മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള ലീഗിന്റെ വീടുകൾ വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 12 കോടിയിലധികം രൂപ നൽകി വാങ്ങിയ ഭൂമി എന്തിനാണ് ഇത്രയധികം വില കൊടുത്തു വാങ്ങിയതെന്ന ചോദ്യമാണ് ഉയർന്നത്. തൃക്കൈപ്പറ്റയിൽ വാങ്ങിയ ഭൂമി നിർമ്മാണ അനുമതി ഇല്ലാത്തതാണ് എന്ന് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് പുറത്തുവന്നതോടെ ലീഗിനുള്ളിൽ പ്രശ്നവും രൂക്ഷമാവുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് 40 കോടി രൂപയാണ് ലീഗ് പിരിച്ചെടുത്തത്. 12 കോടിയിലധികം രൂപ തൃക്കൈപ്പറ്റയിൽ വാങ്ങിയ ഭൂമിക്ക് നൽകി. അവിടെയാണ് പ്രശ്നം ആരംഭിക്കുന്നത്. സെന്റിന് 30,000 രൂപയ്ക്ക് ഭൂമി നൽകാൻ തയ്യാറായ വ്യക്തിയുടെ ഭൂമി സാദിഖലി തങ്ങളും ദുരന്തബാധിതരും കണ്ട് ഇഷ്ടപ്പെട്ടു. നിയമവിദഗ്ധർ തോട്ടം ഭൂമിയാണെന്ന് പറഞ്ഞെന്ന കാരണം പറഞ്ഞ് പിന്നീട് ലീഗ് നേതൃത്വം ആ ഭൂമി കൈവിട്ടു. 6 കോടി രൂപയ്ക്ക് വെള്ളിത്തോടിനടുത്ത് ലഭിക്കേണ്ട ഭൂമി വിട്ട് 12 കോടി ചെലവഴിച്ച് മറ്റൊരു തോട്ടം ഭൂമി എന്തിനു വാങ്ങി എന്ന ചോദ്യം ലീഗിനുള്ളിൽ തന്നെ പുകയുകയാണ്. തൃക്കൈപ്പറ്റ വെള്ളിത്തോടിൽ വാങ്ങിയ 11.5 ഏക്കറിൽ 1 ഏക്കർ ഒഴികെ നിർമ്മാണാനുമതിയില്ലാത്ത ഭൂമിയാണെന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെ ലീഗിൽ പ്രശ്നം വീണ്ടും രൂക്ഷമായി. വയനാട്ടിൽ തോട്ടം ഭൂമി 30,000 രൂപയ്ക്ക് ലഭിക്കുമെന്നിരിക്കെ PK കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവും നിർമ്മാണ സമിതി അംഗവുമായ അഭിഭാഷകനാണ് കച്ചവടം മുടക്കിയതെന്നാണ് ആരോപണം. അഭിഭാഷകൻ്റേതടക്കം 5 വ്യക്തികളിൽ നിന്നാണ് ഇപ്പോൾ വൻവിലയ്ക്ക് ഭൂമി വാങ്ങിയിരിക്കുന്നത്. ദുരന്തബാധിതരുടെ പേര് പറഞ്ഞുള്ള കച്ചവടം. വാർത്ത പുറത്തു വന്നതോടെ തോട്ടം ഭൂമി അല്ലെന്നാണ് ലീഗ് വാദം. 1954 മുതൽ തോട്ടം ഭൂമിയാണ് ഇതെന്ന രേഖകൾ നിലനിൽക്കെയാണ് ലീഗിൻ്റെ പൊള്ളയായ വാദം. 105 കുടുംബത്തിന് വീട് നൽകുമെന്നാണ് വാഗ്ദാനം. സർക്കാർ ടൗൺഷിപ്പിലെ ഗുണഭോക്താക്കളാണ് ഇവരിൽ ഭൂരിഭാഗവും. 15 ലക്ഷം രൂപ സർക്കാരിൽ നിന്നും കൈപ്പറ്റി ടൗൺഷിപ്പ് വേണ്ടെന്ന് വെച്ച ഇവർ ഇപ്പോൾ ലീഗിൻ്റെ വീട് കിട്ടുമോ എന്ന ആശങ്കയിലാണ്. PV ജോഷില, കൈരളി ന്യൂസ്, വയനാട്.